പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുക മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. UDF വിജയിച്ചതിന് ശേഷം മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുക. അതിൽ പ്രധാനപ്പെട്ട സ്ഥാനമായ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പല തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 3 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുക. ഒന്ന് VD സതീശൻ, മറ്റൊന്ന് KC വേണുഗോപാൽ, മറ്റൊന്ന് രമേശ് ചെന്നിത്തല. ഈ 3 പേരുകൾ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളാണ്. ഇവരെയൊക്കെ തന്നെ കേരള ജനതയ്ക്ക് നന്നായിട്ട് അറിയാവുന്നവരുമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കേവലം 50 സീറ്റുകളിൽ താഴെ മാത്രം ഒതുങ്ങി നിന്ന UDFനെ മുമ്പോട്ട് നയിച്ചത് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശ്രീ VD സതീശനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണങ്ങളും ഇച്ഛാശക്തിയുമൊക്കെ നമ്മളൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതുമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2 തെരഞ്ഞെടുപ്പുകൾ UDF നേരിട്ടു. ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റൊന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും. ഈ 2 തെരഞ്ഞെടുപ്പിലും UDF നല്ല രീതിയിലുള്ള വിജയമാണ് കരസ്ഥമാക്കിയത്. മാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ എല്ലായിടത്തും പ്രചരണത്തിന് എത്തുകയും ഒപ്പം തന്നെ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതായിരുന്നു: 100+ സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന്. ഇത് പറയാനുള്ള ആർജവും കഴിവും അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ ഏറ്റവും അനുയോജ്യനായൊരു വ്യക്തി ശ്രീ VD സതീശനായിരിക്കും. എന്ന് പറഞ്ഞാൽ മറ്റ് 2 പേർക്കും അതിന് യോഗ്യതയില്ല എന്നല്ല. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ശ്രീമാൻ VD സതീശനായിരിക്കും ഏറ്റവും അനുയോജ്യനായൊരു വ്യക്തി. ശ്രീ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് എങ്കിൽ 6 മാസത്തിന് ശേഷം അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു അവസ്ഥ സംജാതമാകും. നമുക്കറിയാം, ചരിത്രം നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. KPCC പ്രസിഡന്റായ സമയത്ത് K മുരളീധരൻ ഇതുപോലെ ആഭ്യന്തര മന്ത്രിസ്ഥാനത്തേക്ക് വരികയും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയും തരംഗമായിരിക്കുന്ന സമയത്ത് ദയനീയമായി പരാജയപ്പെട്ടു പോവുകയും ചെയ്തൊരു ചരിത്രം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ എതിരാളികൾ പ്രചരണ ആയുധമാക്കുന്ന ഒരു കാര്യമുണ്ടാകും. ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് KC വേണുഗോപാലിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊരു വലിയൊരു ആരോപണം അവർ ഉന്നയിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. മാത്രമല്ല, ശ്രീ KC വേണുഗോപാലിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും കേരളത്തിലല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിട്ട് നിൽക്കേണ്ടത്. മറിച്ച് രാഹുൽ ഗാന്ധിയോടൊപ്പം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയും. ഈ ഒരു സാഹചര്യത്തിൽ VD സതീശനായിട്ട് സ്ഥാനം മാറിക്കൊടുക്കണമെന്ന് തന്നെയാണ് വോട്ടർമാർ ആഗ്രഹിക്കുക, UDF പ്രവർത്തകരും ആഗ്രഹിക്കുക. നമുക്കറിയാം, ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വോട്ടർമാരാണ്. അവരുടെ ക്ഷമയെ പരീക്ഷിച്ചാൽ, തീർച്ചയായും അവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിധിയെഴുതുക വോട്ടിലൂടെയായിരിക്കും. ആ വോട്ട് കൊണ്ട് പല കോട്ടക്കൊത്തളങ്ങളും ഇടിഞ്ഞു വീണ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അതിനിടവരുത്താതെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് നന്നായി ഭരിച്ച് ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി.